അങ്ങനെ ആ പാമ്പ് കയറിയ വീട്ടിൽ അവർ നടത്തുന്ന പൂജയും വഴിപാടും കാരണം അവർ ഏകദേശം രക്ഷപ്പെട്ടു എന്നവർ വിചാരിക്കുന്നു. അവിടെ പാമ്പുകളുടെ ശല്യം കുറയുന്നു. പക്ഷേ ആ വീട്ടിൽ തുടർന്ന് താമസിക്കാൻ ആ ദമ്പതികൾ തയ്യാറാവുന്നില്ല. ഇത് കാണുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾ ഈ ഒരു ചലഞ്ച് പോലെ ഈ ഒരു സംഭവം ഏറ്റെടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ യുവതലമുറയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ആ വീട്ടിൽ പോയി താമസിക്കാമെന്നും ഇനി ഒരു മാസം താമസിച്ച് ഇവിടെ പാമ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കോളേജിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ, ഇവരുടെ ബന്ധുമിത്രാദികൾ അവിടെ പോയി താമസമാക്കുന്നു. അവർ താമസിച്ചു തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ അവർ ആ പൂജയുടെ ഫലം ഏറ്റു എന്ന് വിചാരിക്കുന്നു. അവിടെ പാമ്പിന്റെ ശല്യം ഉണ്ടാവുന്നില്ല. അതിൽ ഒരാൾ പുറത്തു പോകാൻ വേണ്ടി സ്വന്തം ഷൂ ധരിക്കുമ്പോഴാണ് പിന്നെ ആ സംഭവം സംഭവിക്കുന്നത്. അതെ, അതിൽ ആ ഷൂവിനകത്ത് ഒരു പാമ്പുണ്ടായിരുന്നു. അതിന്റെ കടി, അങ്ങനെ പറഞ്ഞ സ്നേക്ക് ബൈറ്റ്, അത് ഷൂ ഇടുന്ന ആ പയ്യനെ ഏൽക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ആ കടിച്ച പാമ്പിന് വിഷമില്ലാത്തത് കൊണ്ടും കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത് കൊണ്ടും ആ പയ്യൻ രക്ഷപ്പെടുന്നു. അതോടുകൂടി ഈ കഥ നാട്ടിൽ പടക്കുന്നു. അതോടുകൂടി ആ വീട് ആളൊഴിഞ്ഞൊരു വീടായി പഴയ പോലെ ആയി മാറുന്നു. ഞാൻ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആ വീട്ടിൽ കുറെ കാലങ്ങളായിട്ട് ആൾ താമസം ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ആ വീട് തിരിച്ചു പോകുന്നു.